ഹായ് ഹലോ ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവ്യ ഇട്ട് കുലുക്കാൻ വേണ്ടി തന്നെയാണ് ഉമ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ കാവ്യയോട്, മറ്റൊന്നുമല്ല. ഇതായത് കൃഷ്ണയും ഞാനും അതുപോലെ തന്നെ മണിക്കുട്ടിയും ഇപ്പോൾ ഒരേ ഫാമിലിയിലുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ മണിക്കുട്ടിക്കും ഞാൻ എപ്പോഴും ഒപ്പമുണ്ടാവും, അതെനിക്ക് വാക്കാണെന്ന രീതിയിലൊക്കെ ഉമ കാവ്യയെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കാവ്യയ്ക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണൻ ഒന്നും കൂടി ചോടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി അവിടെ പറയുകയാണ്. മറ്റൊന്നല്ല, എന്തായാലും ഉമ എനിക്കൊന്ന് കുളിക്കണം, ഹീറ്റർ ഓൺ ആക്കി തരണം എന്ന രീതിയിലൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കുളിക്കാൻ പോകുന്ന കാര്യം കാവ്യയ്ക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഈ അതായത് പഴയ കാലത്തേക്ക് കാവ്യ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ്. കാവ്യയും അതുപോലെ തന്നെ കൃഷ്ണയുമായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് നിമിഷങ്ങളിലൊക്കെ കാവ്യ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെയും സംഭവിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇതറിഞ്ഞതോടു കൂടി തന്നെ. പക്ഷേ ജയമോഹിനിയും അതുപോലെ തന്നെ കാവ്യയും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉമ കൃഷ്ണയെ കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൃഷ്ണയെക്കുറിച്ച് കാവ്യ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ബാത്റൂമിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ സ്വകാര്യപരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാവ്യ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ ഇനി ഉമ ഹീറ്റർ ഓണാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ തന്നെ വിളിക്കും. അപ്പോഴത്തേനും ഉമ ചെല്ലും. ഉമ ചെന്നതിന് ശേഷം തന്നെ അവിടേക്ക് എന്തായാലും ഉമയും അതുപോലെ കൃഷ്ണയും തമ്മിലുള്ള റൊമാൻറ്റിക്കായിട്ട് നിമിഷങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാവ്യയ്ക്ക് മനസ്സിലാവാട്ടോ ചെയ്യുന്നത്. അയ്യോ, അത് അനുവദിച്ചുകൂടാ, അതിന് വേണ്ടി തന്നെ പെട്ടെന്ന് അത് തടയണം. ടെൻഷനായി തുടങ്ങി നമ്മുടെ കാവ്യയ്ക്ക്. അപ്പോഴത്തേനും മണിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. മണിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്തായാലും കാവ്യേൻ്റിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വേഗം തന്നെ ഓടിയിട്ട് അവരുടെ റൂമിനടുത്തേക്ക് ചെല്ലുകയാണ്. റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും മണിക്കുട്ടിയും അതുപോലെ തന്നെ ഉമ്മയും കൃഷ്ണയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഒളിഞ്ഞ് കേൾക്കുക കേട്ടോ കാവ്യ. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മണിക്കുട്ടിയുടെ പഠിത്തമൊക്കെ ഉമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ജോലി ഒഴിവാണ് സർ, അതുകൊണ്ട് നല്ല സുഖമാണ്. മണിക്കുട്ടി മിടുക്കിയാണല്ലേ, അതൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഉമ്മ എനിക്കൊന്ന് കുളിക്കണം, ഹീറ്റർ ഓൺ ആക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. നല്ല പച്ചവെള്ളത്തിൽ കുളിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൃഷ്ണ ചൂടുവെള്ളത്തിൽ തന്നെ കുളിച്ചാൽ മതി. അഞ്ഞ് പച്ചവെള്ളത്തിൽ കുളിച്ചാൽ ജലദോഷം ഒക്കെ വരുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഹീറ്റർ ഓണാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കാവ്യ ഓടിപ്പോയിട്ട് ഹീറ്റർ ഓണാക്കാൻ വേണ്ടി ഓടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഉമ്മയും അതുപോലെ മണിക്കുട്ടിയും അന്തം വിട്ട് നിൽക്കുകയാണ്. വേഗം പോയി ഹീറ്റർ ഓണാക്കിയിട്ട് വരികയാണ്. മണിക്കുട്ടിയും കൂട്ടിക്കൊണ്ട് കാവ്യ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും ഉമ്മ ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നത് ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കട്ടെ ചെയ്യുന്നത്. കാവ്യാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കാവ്യയ്ക്ക് നിൽപ്പ് ഉറയ്ക്കുന്നില്ല. പാവം കാവ്യയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടാവുമല്ലേ. ഒരു ഭാര്യ സ്നേഹിക്കും വന്നിരിക്കുന്നു. എന്തായാലും കുറച്ച് ടെൻഷനൊക്കെ അടിക്കട്ടെ എന്തായാലും അവൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മണിക്കുട്ടിയും കൂട്ടിക്കൊണ്ട് കാവ്യ അവൾ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. എന്ന് ചോദിക്കുന്നുണ്ട്, അതേ അച്ഛൻ്റെ റൂമിലേക്ക് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് കയറ്റുന്നത് നല്ല കാര്യമാണോ മണിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. ഹീറ്റർ ഓണാക്കാനൊക്കെ നീ മതിയല്ലോ, വേറെ ഉമ്മയെ എന്തിനാണ് വിളിക്കുന്നത്? നീ ചെയ്തു കൊടുക്കണ്ടേ, നീയല്ലേ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അമ്മേ എന്ന് പറയുമ്പോൾ അമ്മയോ അമ്മയെന്ന് വിളിച്ചോ. അപ്പോൾ പിന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് മുത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കാവ്യ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കിയാൽ മതി, ഉമ്മയൊന്നും നോക്കാൻ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അത് പിന്നെ ഉമ്മാൻ്റെ ഞങ്ങളുടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെ നോക്കിയാൽ മതി മണിക്കുട്ടി എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടിയോട് കാവ്യ. അതിനുശേഷം തന്നെ മണിക്കുട്ടി ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എന്തായാലും കാവ്യേൻ്റിയെ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട്. ഉമ്മയാൻ്റെ അച്ഛനോട് അടുക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നത്. ഇതെനിക്ക് മനസ്സിലായി. എന്തായാലും പാവം അമ്മ അച്ഛ
ഭയങ്കര ടെൻഷനുണ്ട് ഇപ്പം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായി. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ശരിയായി വരും എന്നുള്ളത് ഉറപ്പാണ്. കാവ്യയ്ക്ക് ഒരു ഉറക്കം ഇല്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാവ്യ നടക്കുക കേട്ടോ. കാരണം കാവ്യയ്ക്ക് ആകെ ടെൻഷനായി തുടങ്ങി. അപ്പോഴത്തേനും ഇത് കണ്ടുകൊണ്ട് വരുന്ന ഉമ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാവ്യ പ്രശ്നം? അല്ല, നിൻ്റെ വിചാരം എന്താണ്? കൃഷ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എന്താ എന്ന് നോക്കിയാൽ കൃഷ്ണയല്ലേ എന്നെ ഇവിടേക്ക് നിർത്തിയത്? പിന്നെന്താ, ഒരു പക്ഷേ ഞാൻ കൃഷ്ണയുടെ ജീവിതത്തിൽ വരെ സ്ഥാനം പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തൊക്കെയോ ഉമ്മ പറയുന്നത്? നിന്നെപ്പോലെ പൈസയൊന്നും എനിക്കില്ല, പക്ഷേ എന്ന് കരുതിയിട്ട് ഞാനിവിടെ ട്യൂഷൻ എടുക്കാനും ഒരു കെയർ ടേക്കറുടെ ജോലിക്കും കൂടി വന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ നിൽക്കും. നീ ഒന്ന് മിണ്ടാതിരിക്കുക കാവ്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. അതിന് നീ ടെൻഷൻ അടിക്കുന്നത് നിൻ്റെ ആരുമല്ല കൃഷ്ണ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കട്ടോ ചെയ്യുന്നത്. എന്ന് കരുതിയിട്ട് ഒരു വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? പിന്നെന്താ, ചിലപ്പോൾ ഞാൻ കൃഷ്ണയുടെ ജീവിതത്തിലേക്ക് വന്നു വന്നിരിക്കും. അത് നിനക്ക് ടെൻഷനുണ്ടോ? നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കാവ്യ. വേറൊന്നുമല്ല, നീ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ഒന്നും നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? കൃഷ്ണ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഡൈവോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിലൊക്കെ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിനക്ക് ഞാനൊരു 10 ദിവസം തരാം. ആ 10 ദിവസത്തിനുള്ളിൽ നിൻ്റെ തീരുമാനം മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും കൃഷ്ണ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ഉമ കാവ്യയോട് പറയാട്ടോ. അതിന് മുന്നേ തീരുമാനമായ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കൃഷ്ണയെ നിനക്ക് ഇനി കിട്ടില്ല എന്നൊക്കെ കാവ്യയോട് ഉമ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഉമ എന്തായാലും തകർത്ത് വാരുന്നുണ്ട് എന്തായാലും.